ടി പത്മനാഭന്റെ ചെറുകഥ മകൻ. ഏറെ നേരത്തെ മൗനത്തിനു ശേഷം ഭാര്യ വീണ്ടും ചോദിച്ചു, നിങ്ങൾ അവനെ കണ്ടില്ലേ? വീട്ടിലെത്തിയ ശേഷം ഒന്നിലധികം തവണ ഭാര്യ ഈ ചോദ്യം അയാളോട് ചോദിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴൊക്കെ അയാൾ മകനെ കണ്ട വിവരം അവരോട് പറയുകയും ചെയ്തിരുന്നു. ഇനി ഞാൻ എന്താണ് പറയേണ്ടത് അയാൾ വിചാരിച്ചു. അല്ലെങ്കിൽ എന്തു തന്നെ പറഞ്ഞാലാണ് കേൾക്കുമോ, കേട്ടാൽ തന്നെ മനസ്സിൽ പതിയുമോ? അയാൾ സങ്കടത്തോടെ തലയാട്ടി. വയ്യ വയ്യ. മകന്റെ ഭാര്യയുടെ അനുജത്തിയുടെ കല്യാണത്തിൽ പങ്കുകൊള്ളാൻ അകലെയുള്ള ഒരു തീർത്ഥാടന നഗരിയിലെ ക്ഷേത്രത്തിൽ പോയ അയാൾ ഒരു പകൽ മുഴുവൻ നീണ്ടുനിന്ന യാത്രയ്ക്ക് ശേഷം തിരിച്ചെത്തിയതായിരുന്നു. അയാൾ അവരുടെ ക്ഷീണിച്ച കൈകൾ സ്വന്തം കയ്യിലെടുത്ത് തലോടിക്കൊണ്ടിരുന്നു. പേശികളുടെ ശക്തിയൊക്കെ തീർത്തും വേർപെട്ട് ഞരമ്പുകൾ അവിടിവിടെ പൊന്തിവന്ന കൈകൾ ദുർബലമായിരുന്നു. മരിച്ചുപോയ ഒരാളുടെ കൈകളെപ്പോലെ ഇരുന്നു. ചോരയുടെ ചൂടോ പ്രകാശമോ ഒന്നുമില്ലാതെ. ഭാര്യ കണ്ണടച്ചു കിടന്നു. അയാൾ കസേര ഒന്നുകൂടി അവരുടെ അടുത്തേക്ക് നീക്കിയിട്ടു. പുറത്ത് സന്ധ്യയുടെ മിനുക്കം പതുക്കെ പതുക്കെ കുറഞ്ഞു വരികയും ഇരുട്ട് ചുറ്റും വേഗത്തിൽ വ്യാപിക്കുകയും ചെയ്തു. അയാൾ മുറിയിൽ വിളക്ക് തെളിച്ചു വെച്ചു. അതൊരു പഴയ വീടായിരുന്നു. അവിടെ ഇലക്ട്രിക് ലൈറ്റോ പൈപ്പ് വെള്ളമോ ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും അവിടുത്തെ മുറികളിൽ നല്ല വായുസഞ്ചാരം ഉണ്ടായിരുന്നു. അവിടെ ഒരിക്കലും ഇരുട്ട് കട്ടപിടിച്ച് കിടന്നിരുന്നില്ല. ആഴമേറിയ കിണറ്റിൽ എപ്പോഴും വെള്ളമുണ്ടായിരുന്നു. മാവും പിലാവും തെങ്ങും പുളിയുമൊക്കെയുള്ള വിശാലമായ പറമ്പിന്റെ നടുവിൽ കാലത്തിന് സംഭവിച്ച ഒരു ഓർമ്മത്തെറ്റുപോലെ ആ വീട് നിന്നു. അയാൾ എന്തോ ഓർത്തിട്ടെന്ന പോലെ പൊടുന്നിനെ ചോദിച്ചു, ഇന്നലെയും ഇന്നും മരുന്ന് കഴിച്ചില്ലേ? ഭാര്യ ഒന്നും പറയാതിരുന്നപ്പോൾ അയാൾ എഴുന്നേറ്റ് ഷെൽഫിന്റെ അരികെ ചെന്ന് അവിടുത്തെ മരുന്നുകുപ്പികളൊക്കെ പരിശോധിച്ചു. എന്നിട്ട് വളരെ മൃദുവായി വീണ്ടും പറഞ്ഞു, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ, മരുന്ന് കഴിച്ചുവോ എന്ന്? അപ്പോഴും അവർ ഒന്നും പറഞ്ഞില്ല. ഭാര്യ ഉറങ്ങുകയല്ല എന്ന് അയാൾക്കറിയാമായിരുന്നു. വീണ്ടും ചോദിക്കാൻ അയാൾക്ക് മനസ്സ് വന്നില്ല. മകന്റെ കുട്ടിക്കാലത്തെ ഒരു ചിത്രം ചുമരിലുണ്ടായിരുന്നു. അവൻ 10ാം ക്ലാസ് പാസ്സായപ്പോൾ എടുത്തത്. ആ ചിത്രത്തിലേക്ക് തന്നെ നോക്കിയിരുന്നപ്പോൾ അത് പതുക്കെ ചലിക്കുന്നുണ്ടെന്ന് അയാൾക്ക് തോന്നി. നോക്കിയിരിക്കെ മകൻ പതുക്കെ ചിത്രത്തിൽ നിന്ന് പുറത്തു വന്നു. മകൻ പറഞ്ഞു, അച്ഛാ, ഇന്ന് സ്കോളർ ജിപ്സി. എന്നിട്ട് ഒരു പിറന്നാളിന് താൻ അവന് സമ്മാനമായി കൊടുത്ത പാൽഗ്രേവിന്റെ ഗോൾഡൻ ട്രഷറി അയാളുടെ കയ്യിൽ വെച്ചു കൊടുത്തു. അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് പുസ്തകം പകുത്ത് മാത്യു ആർണോൾഡിന്റെ പ്രസിദ്ധമായ ആ കവിത ഉറക്കെ വായിക്കുവാൻ തുടങ്ങി. പോവുക ഇടയാ കുന്നിൻ മുകളിൽ നിന്ന്, ഇതാ നിന്നെ അവർ വിളിക്കുന്നു, പോവുക. വൈകാതെ അയാളും മകനും ആ കവിതയിൽ ലയിച്ചു ചേർന്നു. ഒടുവിൽ സ്കോളർ ജിപ്സി തീർന്നപ്പോൾ മകൻ പറഞ്ഞു, ഇനി എലജി. അയാൾ പറഞ്ഞു, നാളെ പോരെ? അവൻ പറഞ്ഞു, പോരാ, ഇന്ന് തന്നെ വേണം. അയാൾ അപ്പോൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്നാൽ നീ തന്നെ വായിക്ക്, ഞാൻ കേൾക്കാം. അവന്റെ മധുരവും ആർദ്രവുമായ ശബ്ദം അവിടെയങ്ങ് പ്രതിധ്വനിച്ചപ്പോൾ അയാൾക്ക് അത്ഭുതവും സന്തോഷവും തോന്നി. കവിത വായിച്ചു തീരുന്നത് വരെ മകനെ അയാൾ നിർനിമേഷനായി നോക്കി നിന്നു. പിന്നീട് അയാൾ അവനോട് പറഞ്ഞു, വാ, നമുക്ക് നടക്കാൻ പോകാം. ഞാൻ നിനക്ക് ഇന്ന് രാത്രി സ്കോളർ ജിപ്സി നടന്നുപോയ വയലുകളും മൈതാനങ്ങളും ഒക്കെ കാണിച്ചു തരാം. ഗ്രേയുടെ ഗ്രാമത്തിലെ പഴയ പള്ളിയും സെമിത്തേരിയും അവിടുത്തെ കുഴിമാടങ്ങളും ഒക്കെ. അപ്പോൾ അയാളുടെ ഭാര്യ പൊടുന്നിനെ ചോദിച്ചു, ആരോടാ സംസാരിക്കുന്നത്? അയാൾ ഞെട്ടി. അയാൾ ഒന്നും പറഞ്ഞില്ല. ഭാര്യ കണ്ണടച്ചു കിടന്നു. അയാൾ വീണ്ടും ചുമരിലെ ചിത്രത്തിൽ തന്നെ നോക്കിയിരുന്നു. അത് വളരെ പഴയ ഒരു ചിത്രമായിരുന്നു. അവനൊരു കുട്ടിയായിരുന്നപ്പോൾ. അതിനുശേഷം കാലം എത്രയോ കഴിഞ്ഞിരിക്കുന്നു. അവൻ വളരെ മിടുക്കനായി പഠിച്ചു വളർന്ന് വലിയ ഉദ്യോഗസ്ഥനുമായി. കല്യാണവും കഴിഞ്ഞ് 2 കുട്ടികളുടെ അച്ഛനുമായി. ഇപ്പോൾ അയാൾ ഒരു ഞെട്ടലോടെ തന്നോട് തന്നെ ചോദിച്ചു, ഇപ്പോൾ അവൻ എവിടെയാണ്? ജർമ്മനിയിലോ ഇംഗ്ലണ്ടിലോ അമേരിക്കയിലോ? അത് തന്നെ അറിയില്ലല്ലോ. പണ്ട് ആളുകളോട് അഭിമാനത്തോടെ പറയാറുണ്ടായിരുന്നത് അയാൾ ഓർത്തു, ഇവൻ എൻ്റെ മകൻ മാത്രമല്ല, എൻ്റെ ഏറ്റവും അടുത്ത ചങ്ങാതി കൂടിയാണ്. അവനെ വളർത്തിയത് അങ്ങനെ ആയിരുന്നല്ലോ, അവനോട് എന്നും പെരുമാറിയത് അങ്ങനെ ആയിരുന്നല്ലോ. എന്നിട്ട് ഇപ്പോൾ ആളുകൾ ചോദിക്കുന്നു, മകൻ ഇപ്പോൾ എവിടെയാ? വരാറേയില്ല.
കണ്ടിട്ട് കുറേയായി. അയാൾക്ക് അവരോട് ഒന്നും പറയാൻ കഴിയുന്നില്ല. എവിടെയാണെന്ന് വ്യക്തമായി അയാൾക്കും അറിയില്ലല്ലോ. ഇടയ്ക്ക് എപ്പോഴെങ്കിലുമായി ഒരു ഡ്രാഫ്റ്റ് വരുന്നു. പക്ഷേ അയാൾക്ക് വേണ്ടത് പണമല്ലല്ലോ. പണത്തിന് ഒരിക്കലും അയാൾ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. തീരെ സഹിക്കാൻ വയ്യാതാവുമ്പോൾ ദാഹിച്ചു വലഞ്ഞ ഒരുവന് വെള്ളം കിട്ടിയാലുള്ള ആർത്തിയോടെന്ന പോലെ മകൻ പണ്ട് അവന്റെ കല്യാണത്തിന് മുമ്പ് അയച്ചിരുന്ന എഴുത്തുകളിൽ ഏതെങ്കിലും ഒന്നെടുത്ത് അയാൾ വീണ്ടും വായിക്കുന്നു. ഭാര്യ അത് കണ്ട് സന്തോഷത്തോടെ അവന്റെ എഴുത്താ, എപ്പോഴാ വന്നത് എന്ന് ചോദിക്കുമ്പോൾ എന്ത് പറഞ്ഞാണ് അവളെ? അയാൾ മകന്റെ ചിത്രത്തിലേക്ക് നോക്കി ഖേദത്തോടെ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഒന്നും മനസ്സിലാകുന്നില്ല. മകന്റെ ഭാര്യയുടെ അനുജത്തിയുടെ കല്യാണത്തിന് പോകാൻ സത്യത്തിൽ അയാൾക്ക് വളരെയൊന്നും താല്പര്യമുണ്ടായിരുന്നില്ല. അവർ വന്ന് ക്ഷണിച്ചിട്ടില്ല. ഒരു കത്തയച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്നതുകൊണ്ട് ഒന്നും ആയിരുന്നില്ല. പഴയതുപോലെയൊന്നും യാത്ര ചെയ്യാൻ ഇപ്പോൾ വയ്യ. അയാൾക്കും വയസ്സാവുകയാണല്ലോ. പ്രായത്തിന്റെ അവസ്ഥകളിൽ നിന്ന് അയാൾ മുക്തനല്ലല്ലോ. ഇതിനൊക്കെ പുറമെ ഭാര്യയുടെ ഇന്നത്തെ നിലയിൽ തനിച്ചാക്കി വേറൊരാൾ വീട്ടിലുണ്ടെങ്കിൽ പോലും 2 ദിവസത്തിന് പുറമേ പോകാൻ അയാൾ ഇഷ്ടപ്പെട്ടില്ല. ആരുടെ കല്യാണമായാലും ശരി. പക്ഷേ ഭാര്യ അത് സമ്മതിച്ചില്ല. ഭാര്യ പറഞ്ഞു, പോകണം, പോയില്ലെങ്കിൽ മോശമാണ്. പിന്നെ 2 ദിവസത്തേക്കല്ലേ, 2 ദിവസത്തിനുള്ളിൽ ഇവിടെ ഒന്നും. ഭാര്യയുടെ മനസ്സിലെന്താണെന്ന് അയാൾക്കറിയാമായിരുന്നു. തീർച്ചയായും മകൻ അവിടെ ഉണ്ടാകും. എന്ത് തിരക്കാണെങ്കിലും. പിന്നെ തിരക്കൊക്കെ ഭാര്യയുടെ വീട്ടിലെ കാര്യത്തിനാകുമ്പോൾ. അയാൾ അങ്ങനെ ആലോചിച്ചു നിൽക്കെ ഭാര്യ വീണ്ടും പറഞ്ഞു, പോകണം. അങ്ങനെയാണ് പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ വരേണ്ടിയിരുന്നില്ല എന്നും തോന്നി. ബന്ധുവീട്ടുകാർ ഉപചാരങ്ങൾ ചെയ്യാത്തതുകൊണ്ടൊന്നും ആയിരുന്നില്ല. അയാൾക്കെന്നല്ല, ക്ഷണം സ്വീകരിച്ചു വന്ന സകലർക്കും അവിടുത്തെ വലിയ ഹോട്ടലുകളിൽ എല്ലാ സൗകര്യങ്ങളും ഏർപ്പാട് ചെയ്തിരുന്നു. അയാളോട് അവർ പ്രത്യേക അടുപ്പം ഭാവിക്കുകയും ചെയ്തിരുന്നു. എന്നാലും ഏട്ടത്തി വന്നില്ലല്ലോ എന്ന സങ്കടവും മകന്റെ ഭാര്യയുടെ അച്ഛൻ പരസ്യമായി പ്രദർശിപ്പിക്കുകയുണ്ടായി. മകനും അയാളുടെ മുമ്പിൽ ഭവ്യതയോടെ നിന്നു. പക്ഷേ ഇതൊക്കെയായിട്ടും താൻ ഇവിടെ ഒരു അധികപ്പറ്റാണ് എന്ന് അയാൾക്ക് തോന്നി. അവിടുത്തെ എയർ കണ്ടീഷൻഡ് മുറികൾ, വലിയ കാറുകൾ, സിൽക്കിലും പൊന്നിലും കുളിച്ചു നിന്ന ചായം പുരട്ടിയ സ്ത്രീകൾ, അയാൾക്ക് തികച്ചും അപരിചിതമായ ഒരു ലോകത്തെക്കുറിച്ച് സംസാരിച്ച ഇവരുടെ ഭർത്താക്കന്മാർ, ഇവരുടെയൊക്കെ നടുവിൽ അയാൾക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. രാത്രി തിരക്കൊക്കെ ഒഴിഞ്ഞപ്പോൾ അയാൾ മകനെയും കൂട്ടി വെളിയിലേക്ക് ഇറങ്ങി. വിളിച്ചപ്പോൾ എന്തെങ്കിലും ഒഴികഴിവ് പറഞ്ഞേക്കുമോ എന്ന സംശയമുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. തെരുവുകളിൽ തിരക്ക് കുറഞ്ഞു വരികയായിരുന്നു. അയാൾ പലതും ഓർത്തുകൊണ്ട് പതുക്കെ നടന്നു. ഇടയ്ക്ക് അയാൾ മകന്റെ മുഖത്തേക്ക് നോക്കുന്നുമുണ്ടായിരുന്നു. മകന്റെ മുഖം അയാൾക്കറിയാൻ കഴിയാത്തവണ്ണം മാറിപ്പോയിരുന്നു. വേണ്ടതിലധികം ഇപ്പോൾ തന്നെ തടിച്ചു കഴിഞ്ഞിട്ടുള്ള മകന്റെ ശരീരത്തിൽ കൊഴുപ്പ് അവിടെ ഇവിടെ അടിഞ്ഞു കൂടിയിരുന്നു. ഏറെ നേരം രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല. അയാളുടെ ഉള്ളിൽ സങ്കടവും ദേഷ്യവും ഉണ്ടായിരുന്നു. സങ്കടമായിരുന്നു കൂടുതൽ. അയാൾ വിചാരിച്ചു, ഇവൻ എൻ്റെ മകൻ, ഞാൻ സ്നേഹിച്ചു വളർത്തിയ എൻ്റെ മകൻ. ഇപ്പോൾ എന്നെയും ഇവന്റെ അമ്മയെയും ഒക്കെ മറന്ന് അയാൾക്ക് മകനോട് പലതും ചോദിക്കണമെന്നുണ്ടായിരുന്നു. നിനക്ക് എന്തു പറ്റി? നീ ഞങ്ങൾക്കൊരു കത്തെഴുതിയിട്ട് കാലം എത്രയായി? നീ ഞങ്ങളെ കാണാൻ വന്നിട്ട് കാലം എത്രയായി? എപ്പോഴെങ്കിലുമായി നീ ഒരു ഡ്രാഫ്റ്റ് അയക്കുന്നുണ്ട് എന്നത് ശരി തന്നെ. പക്ഷേ ഞങ്ങൾക്ക് വേണ്ടത് നിന്റെ പണമല്ലല്ലോ. നിന്നോട് ഞങ്ങൾ ഒരിക്കലും പണത്തിന് ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. എന്നെ ഏറ്റവും നല്ലതുപോലെ അറിയുന്നവനാണല്ലോ നീ. ഞാൻ എപ്പോഴെങ്കിലും പണത്തിനു വേണ്ടി ആശിക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? സ്കൂൾ മാസ്റ്റർ എന്ന നിലയ്ക്കുള്ള എൻ്റെ ശമ്പളവും പറമ്പിലെ പഴയ തെങ്ങുകളിൽ നിന്ന് കിട്ടുന്ന ചെറിയ ആദായവും തന്നെ എനിക്ക് ധാരാളം മതിയായിരുന്നല്ലോ. ഞാനതിൽ ഏറ്റവും സംതൃപ്തനുമായിരുന്നല്ലോ. നീ പഠിക്കാൻ കോളേജിൽ പോയപ്പോൾ പണത്തിന് മുട്ടുള്ള ചില സന്ദർഭങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നിന്നെ ഞങ്ങൾ ഒരിക്കലും അറിയിച്ചില്ല. നിന്റെ ഒരാവശ്യവും നിറവേറ്റാതിരിക്കുകയും ചെയ്തില്ല. നീ ഇവിടുത്തെ പഠിപ്പൊക്കെ കഴിഞ്ഞ് സ്കോളർഷിപ്പോടെ വെളിയിലേക്ക് പോയപ്പോൾ അപ്പോഴും ഒരില്ലായ്മയും നിന്നെ അറിയിച്ചില്ലല്ലോ. ഞങ്ങൾ മുണ്ടുമുറുക്കിയെടുത്ത് നീ ജീവിതത്തിന്റെ ഓരോ പടവും കയറിപ്പോയപ്പോൾ ഞങ്ങൾ എത്ര സന്തോഷിച്ചു, നിന്റെ അമ്മയും ഞാനും. ഇനി നിന്റെ കല്യാണത്തെക്കുറിച്ചാണെങ്കിൽ ഇപ്പോഴും ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ട്, പണം വാങ്ങിയാണ് ഈ കല്യാണം ഞാൻ
നടത്തിച്ചതെന്ന്. അവരെ കുറ്റം പറയാനും വയ്യ. നിന്റെ ഭാര്യ വീട്ടുകാർ പണക്കാരാണ്. ഇപ്പോഴത്തെ നാട്ടുനടപ്പ് അങ്ങനെയാണ് താനും. പക്ഷേ സത്യം നീ അറിയുമല്ലോ. നിന്റെ ഇഷ്ടം അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വാസ്തവത്തിൽ വിഷമമുണ്ടായിരുന്നു. എന്തിനാണ് ഇത്ര വലിയവരുടെ അടുക്കൽ? പക്ഷേ ഞങ്ങളത് പുറത്തു കാണിച്ചില്ല. ഞങ്ങൾ വിചാരിച്ചു നിന്റെ സന്തോഷമാണ് ഞങ്ങൾക്ക് വലുത്. അത് മാത്രമേ ഈ ജീവിതത്തിൽ. അതിനുവേണ്ടിയാണല്ലോ ഇത്രയും ക്ലേശിച്ച് ഇതുവരെ. നിനക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ വിഷമം തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഞാനിനി അധികമൊന്നും പറയുന്നില്ല. പക്ഷേ ഒന്നുകൂടി, നിന്റെ ഭാര്യ എത്ര തവണ ഞങ്ങളുടെ എന്ന് വെച്ചാൽ നിന്റെ തന്നെ വീട്ടിൽ വന്നിട്ടുണ്ട്, അവിടെ താമസിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചില മര്യാദകളില്ലേ? നിന്റെ കുട്ടികൾ, നിന്റെ അമ്മയും ഞാനും അവരെ ശരിക്ക് കണ്ടിട്ട് തന്നെയുണ്ടോ? ഇങ്ങനൊരു അച്ഛനും അമ്മയും നാട്ടിൽ നിനക്കുണ്ടെന്ന് നീ എപ്പോഴെങ്കിലും അവരോട് പറഞ്ഞിട്ടുണ്ടോ? നിന്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ടാകുമോ? ഇതൊക്കെ ആയിരുന്നു അയാളുടെ മനസ്സിൽ. അല്ല, ഇത് മാത്രമല്ല, വേറെയും പലതും ഉണ്ടായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതൊക്കെ ഉറക്കെ വിളിച്ചു ചോദിക്കണമെന്നും അയാൾ വിചാരിച്ചു. പക്ഷെ അയാൾ ഒന്നും ചോദിച്ചില്ല. നീ വീട്ടിലേക്ക് വരില്ലേ? നിന്റെ അമ്മയെ കാണണ്ടേ എന്നുപോലും. എന്തോ അയാൾക്കതൊന്നും കഴിഞ്ഞില്ല. ഹോട്ടലിൽ തിരിച്ചെത്തിയപ്പോൾ അയാൾ ഇത്രമാത്രം പറഞ്ഞു: നാളെ രാവിലെ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ പോകും. മകൻ അറച്ചുകൊണ്ട് ചോദിച്ചു: സദ്യക്ക് നിൽക്കില്ലേ? അയാൾ ചിരിച്ചു. രാത്രി അയാൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അയാൾ അതൊക്കെ ഓർത്ത് ഭാര്യയുടെ ക്ഷീണിച്ച കൈകൾ തടവിക്കൊണ്ടിരുന്നു. പുറത്ത് ഇരുട്ടിന്റെ ശക്തി കൂടിക്കൊണ്ടിരുന്നു. വൃക്ഷത്തലപ്പുകളിൽ മിന്നാമിനുങ്ങുകൾ നൃത്തം വെക്കുന്നുണ്ടായിരുന്നു. അയാളുടെ ഭാര്യ പൊടുന്നനെ അയാളുടെ കൈ അമർത്തിപ്പിടിച്ച് കണ്ണിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞു: എപ്പോഴാണ് അവൻ വരിക? നാളെ വരുമോ? ഭാര്യയുടെ ശബ്ദത്തിൽ ഭീതിയുണ്ടായിരുന്നു, എങ്കിലും അത് ദൃഢവുമായിരുന്നു. അങ്ങനെ ഒരിക്കലും അവൾ അയാളോട് സംസാരിച്ചിരുന്നില്ല. അയാൾക്ക് ഭയം തോന്നി. ഭാര്യ വീണ്ടും ചോദിച്ചു: പറയൂ, അവൻ നാളെ വരില്ലേ? അയാൾ പറഞ്ഞു: നാളെ എങ്ങനെയാണ് വരാൻ കഴിയുക? അവിടെ അവനെ എന്തൊക്കെ. ഭാര്യ പറഞ്ഞു: അപ്പോ പിന്നെ എപ്പോഴാ വരിക? അയാൾ ഒന്നും പറയാതെ നിന്നപ്പോൾ അവർ സംശയത്തോടെ ചോദിച്ചു: ഇനി വരില്ല എന്നുണ്ടോ? ശത്രുക്കളുടെ കയ്യിൽപ്പെട്ട് പിടയുന്ന ഒരു പക്ഷിയുടെ ചിറകടി പോലെ ഉണ്ടായിരുന്നു അവരുടെ ശബ്ദം. അയാൾ പൊടുന്നനെ പറഞ്ഞു: വരും, 3-4 ദിവസം കഴിഞ്ഞ് തീർച്ചയായും വരും. ഭാര്യയുടെ കൈ പതുക്കെ അയഞ്ഞു. അവർ പറഞ്ഞു: എനിക്കറിയാം, അവൻ വരുമെന്ന് എനിക്കറിയാം. അവരുടെ മുഖത്ത് എന്തെന്നില്ലാത്ത ശാന്തി ഉണ്ടായിരുന്നു. അയാൾക്ക് പിന്നീട് അവിടെ ഇരിക്കാൻ കഴിഞ്ഞില്ല. കല്യാണ ദിവസം രാവിലെ ഏതോ ഒരു പ്രമാണിയോട്: അവനിപ്പോൾ വലിയ തിരക്കാണ്, ഈ കല്യാണത്തിന് തന്നെ എങ്ങനെയോ വന്നു എന്നേ ഉള്ളൂ. മറ്റന്നാൾ ഒരു കരാർ ഒപ്പിടാനായി കമ്പനി അവനെ കൊറിയയിലേക്ക് അയക്കുകയാണ് എന്ന് ഭാര്യയുടെ അച്ഛൻ അഭിമാനത്തോടെ പറഞ്ഞത് അയാൾ കേട്ടിരുന്നു.